ഒരു തമാശ കഴിഞ്ഞ ഏപ്രിൽ 1 ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തോട് പറഞ്ഞത്, ഇറാനോട് പറഞ്ഞാണ്, പ്രത്യേകിച്ച് ലോകം കേൾക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ, മീഡിയകളിൽ വന്നതുമാണ്. അതായത് യുദ്ധത്തിൽ സാധാരണക്കാരെ ലക്ഷ്യം വെക്കുന്നത് തെറ്റാണ്, അത് ഒഴിവാക്കണം, അമ്മാരുടെ പരിപാടിയൊന്നും വേണ്ട. യുദ്ധത്തിൻ്റെതായ നിയമങ്ങളും നടപടികളും ഉണ്ടല്ലോ, അതിൻ്റെതായ രീതിക്ക് പോവുക. സാധാരണക്കാരെ ഒരു കാരണവശാലും ആക്രമിക്കരുത്. അതുകൊണ്ട് ഇറാൻ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാരന്റെ മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം അവസാനിപ്പിക്കണം എന്ന്. അതായത് ഇസ്രായേലിലേക്ക് ഇറാൻ അയച്ചുകൊണ്ടിരിക്കുന്ന മിസൈലുകൾ ഇസ്രായേലിലെ സാധാരണക്കാരെ കൊന്നു തള്ളുന്നു, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, അതുകൊണ്ട് അവസാനിപ്പിക്കണം എന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുള്ള ആ വാർത്തയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അന്ന് പറഞ്ഞതാണ്. എന്നാൽ അതേ നെതന്യാഹുവും അതേ ട്രംപുമാണ് ഇറാനിലെ സാധാരണക്കാരെ ഇപ്പോഴും കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലേക്ക് ആ ഫ്ലൈറ്റിൽ വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ, എത്ര ചെറിയ മക്കളാണ്, എന്ത് കണ്ടിട്ടാണ് അവരെ കൊന്നുകളഞ്ഞത്, സ്ത്രീകളെ കുട്ടികളെയൊക്കെ കൊന്നുകളഞ്ഞത്. ബങ്കറുണ്ട് അവിടെ, ഇസ്രായേലിൽ ബങ്കറുകളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ബങ്കറുണ്ട്. അവരുടെ പൗരന്മാരെ ഭൂമിക്കടിയിലെങ്കിലും സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ഇറാനിൽ ബങ്കറുകളൊന്നും ഇല്ലാത്ത നാട്ടില് അവരുടെ നേതാക്കന്മാരെ കൊന്നു, ഓക്കെ, കുഴപ്പമില്ല, നേതാക്കന്മാർ, യുദ്ധത്തിനടിക്കാൻ നിൽക്കുന്നവർ, അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നവർ, അതുപോലെ മറ്റു ആസ്ഥാനങ്ങൾ അടിച്ചു കൊന്നു, ആയിക്കോട്ടെ, അതിന്റെ സംരക്ഷകരും മറ്റുള്ളവർ അടിച്ചു കൊല്ലുന്നു. പക്ഷെ ഈ സ്ത്രീകളെയും കുട്ടികളെയും ആശുപത്രികൾ, എത്ര ആശുപത്രികളാണ്, എത്ര സ്കൂളുകൾ, എത്ര കോളേജുകൾ ഒക്കെയാണ് തകർത്തത്. അപ്പോൾ ഇസ്രായേൽ തകർക്കുമ്പോൾ അത് ഇറാനിൽ അടിച്ചു നിരത്തിയത് മുഴുവൻ തകർത്തപ്പോൾ അതൊന്നുമല്ല. അതേസമയം ഇസ്രായേലിലേക്ക് അത് വന്നപ്പോൾ അരുത് എന്ന നിലവിളി, ഈ ഒരു നിലവിളിയാണ് അന്ന് വളരെ വലിയ വാർത്തയായത്. കാര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ അടിച്ച് തകർത്തേ പരിചയമുള്ളൂ. ഇപ്പോ ഗസയിൽ നമുക്കറിയാലോ, ഗസയില് കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തി വെറും മൺകൂണുകളാക്കി മാറ്റി ഇസ്രായേൽ. ഇപ്പൊ അങ്ങനെയാ, ഗസ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ കിടക്കണേ. ആ കെട്ടിടങ്ങളിൽ താമസിച്ചിരുന്നവർ ഭവനരഹിതരായപ്പോഴും അതിലുള്ള കുരുന്നുകൾക്ക് അംഗഭംഗം വന്നപ്പോഴും അവർ കൊല്ലപ്പെട്ടപ്പോഴും അവരുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടപ്പോഴും അവരുടെ കുട്ടികൾ നഷ്ടപ്പെട്ടപ്പോഴും ഒക്കെ ചിരിച്ച് അർമാദിച്ചവരാ. ഇസ്രായേലിലെ കുറെ ജനങ്ങളും അർമാദിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് അവരെല്ലാം ഇസ്രായേലിലൂടെ നെട്ടോട്ടം ഓടുന്നത് കണ്ടു. ശരിക്ക് ഇറാൻ 4 മിസൈലുകളും കുറെ ക്ലസ്റ്റർ ബോംബുകളും ഇട്ട് എങ്ങനെയാണോ ഗസയെ ഇസ്രായേൽ പണിഞ്ഞത് അതിനേക്കാൾ ഭീകരമായി ഇങ്ങോട്ട് പണി കൊടുത്തപ്പോഴാണ് വീടുകൾ ഇടിഞ്ഞു പോകുന്നതിന്റെ, കുട്ടികൾ മരണപ്പെടുന്നതിന്റെ, സിവിലിയൻസ്, അതായത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾ ഉണ്ടാകുന്നതിന്റെ, അല്ലെങ്കിൽ സിവിലിയൻസ് കൊല്ലപ്പെടുന്നതിന്റെ ഒക്കെ ഭീകരത ഇസ്രായേൽ മനസ്സിലാക്കിയത്. അതായത് ഇറാൻ വേണ്ടി വന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും കഴിഞ്ഞ 1 പുറത്തു വന്നിട്ടുള്ള ഈ വാർത്ത ആ സമയത്ത് വലിയ ചർച്ചയായിട്ടില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ അങ്ങനെ പറയാൻ തോന്നിയത് തന്റെ രാജ്യത്തിന്റെ തകർച്ച കണ്ട് സഹിക്കാൻ വയ്യാതെയാണ്. അതായത് ഇറാനെ ഭയക്കുന്നു, ഇറാനുമായി കോംപ്രമൈസ് ചെയ്ത് പോകണം, അതിന് അമേരിക്കൻ പ്രസിഡന്റിനോട് പറഞ്ഞ് എന്തെങ്കിലും ഒരു വഴിയിൽ ഇറാനുമായിട്ടുള്ള അടി ഒന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, അവർ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ വെടിനിർത്തൽ കരാറും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നത്. അത് ഇസ്രായേലിനും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ലെബനോനും ഹമാസും അതുപോലെ മറ്റുള്ളവരൊന്നും ഇസ്രായേലിന്റെ ഉള്ളിൽ ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നില്ല, അതവർക്ക് സഹിക്കാനും പിടിച്ചു നിൽക്കാനും പറ്റുന്നതാണ്. പക്ഷെ ഇറാന്റെ അടി തങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന്, മനുഷ്യകുലത്തിന് തങ്ങൾ എത്ര കണ്ട് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇസ്രായേലിന് മനസ്സിലാക്കി കൊടുക്കാൻ ഇറാൻ തന്നെ വേണ്ടി വന്നു എന്നത് ഒരുപക്ഷെ ഒരു ചരിത്ര നിയോഗമായിരിക്കും. Different angles. Don't forget to subscribe and support this channel.